ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ചോദിക്കാൻ പോകുന്നത്, നമ്മളെല്ലാവരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ചാലും എന്തുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ കുറ്റം പറയുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സോറി. ഓക്കെ, ഫസ്റ്റ് ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ വയ്ക്കുന്നു. ജസ്റ്റിസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സെക്കൻഡ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദ ഹെർമിറ്റ്, 4 of swords, high priestess, the empress. Wow. Page of pentacles. ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കേ, ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. നിങ്ങൾ ഈ എല്ലാവരെക്കുറിച്ചും നല്ലത് മാത്രം ചിന്തിച്ച് നല്ലത് മാത്രം പ്രവർത്തിക്കണം, ധർമ്മത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കണം, നല്ല കർമ്മം ചെയ്താൽ മാത്രമേ നല്ല കർമ്മം കിട്ടൂ, അങ്ങനെയൊക്കെ വിശ്വസിച്ച് കുറച്ച് സ്പിരിച്വലി ഈശ്വരവിശ്വാസം അങ്ങനെയൊക്കെ ജീവിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും കുറിച്ച് നല്ലത് തന്നെ ചിന്തിക്കും. പക്ഷെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല സോളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഗോസിപ്പ് പറയുക. കാരണം നിങ്ങളിങ്ങനെ നല്ല സോളായിരിക്കും എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ നേരെ വാ നേരെ പോ, മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും ചിലപ്പോൾ. അതായത് മറ്റുള്ളവരെന്തെങ്കിലും ഗോസിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും പറഞ്ഞ് തെറ്റായ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ പറയുന്ന വ്യക്തിയായിരിക്കും. കാരണം അവിടെ കിങ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട് ബോട്ടത്തിൽ. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെല്ലാം നേരെ വാ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ചില വ്യക്തികൾ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ വന്നാൽ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാനുള്ളത് പറയും. ഇതിങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് അനുകൂലിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. അവരെ അനുകൂലിക്കില്ല, ചിലപ്പോൾ മൗനം പാലിക്കും. അവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാലും നിങ്ങൾ മൗനം പാലിച്ചിരിക്കുമ്പോൾ അവിടെ എന്താകും, അവരെ ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പം ഗോസിപ്പും കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവരെ അനുകൂലിച്ചാൽ മാത്രമേ അവർക്കവിടെ എന്താ പറയുക, അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂ, നിങ്ങളെ നല്ല വ്യക്തി എന്ന് പറയൂ. അവരെ ആഗ്രഹിച്ച റിസൾട്ട് അല്ല അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും കുറ്റം പറയുകയും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് ഈ പ്രപഞ്ചം എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ് കൊടുക്കും. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ കിട്ടും, നമ്മുടെ കർമ്മ തന്നെ കിട്ടും. സോ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ കിട്ടും ലൈഫിൽ. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് എന്തൊക്കെയോ ശക്തിയുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ട്. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് അവർ പറയും. സെക്കൻഡ്, നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളും കാണും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് പേർക്കൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ ഒരു അസൂയ അവർക്കുണ്ട്. അതുകൊണ്ടും നിങ്ങളെ കുറ്റം പറയും. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ അത്രയും സ്നേഹിച്ച് സഹകരിച്ചൊക്കെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പോകുന്ന വ്യക്തികളുണ്ടാവും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയാലും ലവേഴ്സ് ആയാലും ആരായാലും അങ്ങനെ പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ നിങ്ങളെ കുറ്റം പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല വ്യക്തികളാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള സൗഭാഗ്യങ്ങൾ കിട്ടുന്നത് കൊണ്ടും അവർ നിങ്ങളെ കുറ്റം പറയും. കപ്സ് എന്ന് പറയുമ്പോഴേ ഒരു സ്നേഹത്തെ കുറിക്കുന്നതാണ്. പക്ഷേ എനിക്കെന്തോ ഇവിടെ ഫീലാകുന്നു, കുറച്ച് പേർക്ക് ഇതിലെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കരിയറിലും നിങ്ങൾ കുറച്ചൊക്കെ സക്സസ്, കുറച്ച് എന്തൊക്കെയോ മാനിഫെസ്റ്റേഷനൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. അത് കണ്ടും അതിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പോയി കുറച്ചൊക്കെ സക്സസ് ആയി അങ്ങനെയൊക്കെ ഇരിക്കുന്ന കുറച്ച് പേരും ഉണ്ടാവും. അതുകൊണ്ടും നിങ്ങൾ നല്ല വ്യക്തികളായിട്ടിരുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് പോയാലും അവർ കുറ്റം നിങ്ങളെ പറയുന്നു എന്നാണ് കാണുന്നത്. അതും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത്, നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട്, അത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് പേരൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം. എന്തായാലും
അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ഒരു ടീം കാണും, 1-2 പേരൊക്കെ ഫ്രണ്ട്സൊക്കെ കാണും, നിങ്ങൾ ചേർന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവാം. അത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ കുറ്റം പറയും. നിങ്ങൾ പക്ഷേ അത്രയും ചിലപ്പോൾ കുറച്ച് നിങ്ങൾ നല്ലൊരു ഉള്ളിൽ നിങ്ങൾ നല്ല വ്യക്തികളായിരിക്കും. പക്ഷേ ഈ ഉദ്ദേശിക്കുന്ന ചില വ്യക്തികളോട് നിങ്ങൾ ചിലപ്പോൾ മാറി നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ അവരെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടേതായ ഒരു വൈബിലുള്ള വ്യക്തികളോട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവും. അവരോട് നിങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവരെ ചിലരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും അവർ നിങ്ങളെ കുറ്റം പറയുന്നു എന്നാണ് കാണുന്നത്. ഒരേ സമയം നിങ്ങൾക്ക് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അതും മുഖേന നിങ്ങൾക്ക് പണവും നിങ്ങൾക്ക് കിട്ടുന്നു എന്നും കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നു. ഇത് കുറച്ച് പേർക്ക് എല്ലാവർക്കും മേച്ചാവോ എന്നറിയില്ല. കുറച്ച് പേർക്കൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് 2-3 ഒരേ സമയം പല കാര്യങ്ങൾ ബാലൻസ് ചെയ്യാനും അതും മുഖേന നിങ്ങൾക്ക് മണിയൊക്കെ നിങ്ങൾ ഏൺ ചെയ്യുന്നു എന്ന ഒരു ചിന്തയും അവർക്കുണ്ട്. സോ അതും നിങ്ങളെ കുറ്റം പറയാൻ ഒരു കാരണമാണ്. പക്ഷേ നിങ്ങളും അവരുമായിട്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളും ഉണ്ടാവാം. എന്നാൽ പോലും നിങ്ങളിങ്ങനെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യുന്നതും അവർക്കിഷ്ടമല്ല. അതുകൊണ്ടും കൂടെ നിങ്ങൾ എത്ര നല്ല വ്യക്തികളായിരുന്നാലും അവർ നിങ്ങളെ കുറ്റം പറയുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ഇവിടെ കിങ് ഓഫ് സോർട്സും ബോട്ടത്തിൽ വന്നു, ഞാനത് പറഞ്ഞു. അതേ കാർഡ് ക്യൂനും വന്നിട്ടുണ്ട്. ക്യൂൻ എന്ന് പറയുമ്പോൾ കിങ് എന്ന് പറയുമ്പം പുരുഷനും ക്യൂൻ എന്ന് പറയുമ്പോൾ അത് മാറ്റി മാറ്റി എടുക്കാം. നിങ്ങൾക്ക് പരസ്പരം പുരുഷന്മാരാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഓപ്പണായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, അതായത് നമ്മൾ മറ്റുള്ളവരെ പോളിഷ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തുറന്ന് സംസാരിക്കുന്ന വ്യക്തികൾ അത്രയും ഒരു സത്യസന്ധമായ വ്യക്തികളാണ്, ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെന്ന് തന്നെ പറയാം. മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത്? എല്ലാവരുടെയും മുമ്പിൽ നല്ല പേരെടുക്കാൻ വേണ്ടി ഇവർ കുറേ ഗോസിപ്പും കാര്യങ്ങളും പറഞ്ഞ് ഈ ലോകത്തിന് മുമ്പിൽ അവർ നല്ലവരായിരിക്കും. പക്ഷേ അവരുടെ ബാക്കിൽ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കും നമുക്ക് വളരെ കുറവായിരിക്കും ഫ്രണ്ട്സും റിലേറ്റീവ്സും ഫാമിലിയിൽ പോലും ചിലപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ടും നിങ്ങൾ എന്നിട്ടും അങ്ങനെ നിൽക്കുന്നവർ നല്ല വ്യക്തികളാണ്, എന്നാൽ പോലും നിങ്ങളെ ശരിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കുറ്റം പറയുന്നവർ. കാരണം നിങ്ങൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിൽ പോളിഷ്ഡായിട്ട് നിൽക്കുന്നില്ല. ചിലപ്പോൾ അവർ ഓൺലി പോളിഷ്ഡ് മാത്രമല്ല, നിങ്ങളിൽ നിന്ന് വേറെ പലതും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചൂഷണം ചെയ്ത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും റിലേറ്റീവ്സ് ആരും ആവാം, അങ്ങനെയുള്ള വ്യക്തികളുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ പണിയൊന്നും നിങ്ങളുടെ അടുത്ത് നടക്കില്ല. അതുകൊണ്ടും നിങ്ങളെ മാറി നിന്ന് കുറ്റം പറയും. കാരണം അവരാഗ്രഹിച്ച കാര്യം നടക്കുന്നില്ല. അതുതന്നെ ഒരു കാരണമാണ്. നെക്സ്റ്റ് ഇവിടെ വന്നത് ഹെർമിറ്റാണ്. നിങ്ങളെ സ്പിരിച്വലി കുറേ പേരൊക്കെ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ ഇവിടെ തന്നെ കാണുന്നുണ്ടോ, ഒരു വ്യക്തി ഇവിടെ താഴെ നിന്ന് അവിടെ മേളിൽ കയറി ഒരു പ്രകാശത്തിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. നിങ്ങളിങ്ങനെ സ്പിരിച്വലി ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. നിങ്ങളെ ഇങ്ങനെ സ്പിരിച്വലിയൊക്കെ നിങ്ങൾ കുറച്ച് ആത്മീയത, കുറച്ച് അങ്ങനെയൊക്കെ ഈശ്വരവിശ്വാസം, പ്രപഞ്ചം, യൂണിവേഴ്സ് എന്നൊക്കെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പ്രപഞ്ചം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ആരൊക്കെ സൃഷ്ടിച്ചാലും ആരൊക്കെ കുറ്റം പറഞ്ഞാലും ഗോസിപ്പ് പറഞ്ഞാലും നിങ്ങൾക്ക് ഏത് വഴിയിലെങ്കിലുമൊക്കെ എല്ലാ കാര്യങ്ങളും നടന്നു പോകും. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാറി നിന്ന് കുറ്റം പറയും. അവർക്കത് ഇഷ്ടപ്പെടില്ല, കാരണം അവർക്കങ്ങനെ ഇരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും നല്ല വ്യക്തികളായിരുന്നാലും അവർ നിങ്ങളെ കുറ്റം പറയും. കാരണം ഇവിടെ ദ ഹൈ പ്രിസ്റ്റസും വന്നിട്ടുണ്ട്. ഹൈ പ്രിസ്റ്റസും പറയുന്നത് അതാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നന്നായിട്ട് വർക്കാവും. കാരണം നിങ്ങൾക്ക് ഏത് വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ്, അവരുടെ നമ്മളോടുള്ള അപ്രോച്ച്, സമീപനം എന്തിനു വേണ്ടിയാണ്, അവരെന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരാൾ വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തുനിന്ന് പലപ്പോഴും നടന്നെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളെ മാറി നിന്ന് അവർ കുറ്റം പറയും. നിങ്ങൾ ഇത്രയും നല്ല വ്യക്തിയായിരുന്നാലും കുറേയൊക്കെ നല്ല കുറച്ച് അറിവുള്ള ബുദ്ധിയുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ. അതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ 4 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ലൈഫിൽ കുറച്ച് ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് കാണുന്നുണ്ടോ?
3 ഓഫ് സോട്ട്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് 4 ഓഫ് സോട്ട്സ് വരുന്നത്. 3 ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ടാവാം ലൈഫിൽ. കുറച്ച് പേർക്കൊക്കെ ഇതിൽ കുറച്ചൊക്കെ ഹാർട്ട് ബ്രേക്കിംഗ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് കിട്ടാം. അല്ലെങ്കിൽ അത്രയും ഒരു നമ്മുടെ കരിയറിൽ നിന്നാവും, എവിടെ നിന്നായാലും നമുക്കൊരു വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ കടന്നു പോയി നമ്മളൊരു പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. മേ ബി കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഉണ്ടാവും. കുറച്ച് പേർക്കല്ല, മാക്സിമം പേർക്കും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഓരോരോ ഘട്ടത്തിലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ അതൊക്കെ ഇവർ പറഞ്ഞ് രസിക്കും. പക്ഷേ നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻ ഒന്നായിരിക്കും, പക്ഷേ ഇവർ പറഞ്ഞുണ്ടാക്കി നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വേറെ ഒന്നായിരിക്കും. അതായത് ചെറിയ ഒരു മണിയോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വലിയൊരു കാര്യമാക്കി അവർ മാറ്റി അവർ കുറേ കയ്യിൽ നിന്നിട്ട് നിങ്ങളൊരു തെറ്റായിട്ട് കാണിക്കുക എന്നത് അതും ഒരു കാരണമാണ്. അങ്ങനെ അവർ പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ട്. എംപ്രസ് എന്ന് പറയുമ്പോഴേ അറിയാലോ, നിങ്ങൾ കുറച്ച് അട്രാക്റ്റീവ് പേഴ്സണാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അട്രാക്ഷൻ തോന്നും. വെൽ ഡ്രസ്ഡായിട്ട് ചിലപ്പോൾ നിങ്ങൾ നടക്കും, നല്ല ഒരുങ്ങി കുറച്ച് സ്റ്റൈലിഷ്ഡായിട്ടൊക്കെ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ പോകുമായിരിക്കാം. അതുമാത്രമല്ല, അവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നല്ല മണിയൊക്കെ ഉണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഭയങ്കര അല്ല, മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളോടൊരു അട്രാക്ഷൻ തോന്നാം. അല്ലെങ്കിൽ സംസാരം ഒക്കെ നമുക്ക് നമ്മളൊരു അട്രാക്ഷൻ ഉണ്ടാക്കും. സോ അത് അവർക്കില്ലായിരിക്കാം. ഈ പറയുന്ന വ്യക്തികൾക്ക് അങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവർ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അറ്റൻഷൻ കിട്ടും. അപ്പോൾ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മാറി നിന്ന് കുറ്റം പറയും. പിന്നെ ഇവിടെ പേജ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ 2 ഓഫ് പെൻഡക്കിൾസിൻ്റെ കാര്യവും പറഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മണിയുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു സക്സസ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ പണം സമ്പാദിക്കുന്നു, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. എംപ്രസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നമ്മളൊരു അബണ്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്, നമുക്ക് പണമൊക്കെ ഉണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നു, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. സോ അതും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തരം താഴ്ത്തിയും നിങ്ങളെ താഴ്ത്തി അതുപോലെ നിങ്ങൾക്ക് എല്ലായിടത്തും സ്ഥലങ്ങളിൽ അറ്റൻഷനും കിട്ടുന്നു, നിങ്ങൾക്ക് മണിയും ഉണ്ട്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ പല കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യും. ആദ്യമൊക്കെ നേരത്തെയൊക്കെ നിങ്ങളെ കുറ്റം പറയുന്ന വ്യക്തികളായിരിക്കും ഇവർ. നിങ്ങളുടെ ഡ്രസ്സ് ശരിയില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല, നിങ്ങൾ ചെയ്യുന്നത് ശരിയില്ല, എന്നിട്ട് നിങ്ങളെ തന്നെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. കാരണം നിങ്ങളെക്കാളും അവർക്ക് അറ്റൻഷൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച്. സോ അതിനു വേണ്ടിയും നിങ്ങളെ കുറിച്ച് കുറ്റം പറയുകയും ചെയ്യും അവർ. സോ ബോട്ടം ഞാൻ ആൾറെഡി പറഞ്ഞു. കിങ് ഓഫ് സോട്ട്സ് നിങ്ങൾ മൊത്തത്തിലൂടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് ബോൾഡാണ്, എല്ലാ കാര്യങ്ങളും കുറച്ച് തുറന്ന് സംസാരിക്കുന്ന, കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, കുറച്ച് സ്പിരിച്വലി ഉയർന്നു നിൽക്കുന്ന, നല്ല ഇൻഡ്യൂഷനുള്ള കുറച്ച് അട്രാക്റ്റീവ് പേഴ്സൺ ആണെന്നാണ് കാണുന്നത്. സോ ഇതൊക്കെ കൊണ്ടാണ് അവർ നിങ്ങൾ എത്ര നല്ല വ്യക്തികളായിരുന്നാലും നിങ്ങളെ കുറ്റം പറയുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.